യൂണിറ്റ് 1 ട്രയൽസ് ആൻഡ് ട്രയംസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ട്രയൽസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, ദുരിതങ്ങൾ. ട്രയംസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വിജയങ്ങൾ, നേട്ടങ്ങൾ, ആഘോഷങ്ങൾ. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ ദ ലിറ്റിൽ പ്രിൻസ് എന്ന പുസ്തകത്തിലെ വളരെ പ്രശസ്തമായ വരിയാണിത്. ഈ വരികൾ അർത്ഥമാക്കുന്നത് നമ്മൾ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ കാണണമെങ്കിൽ നമ്മളുടെ പുറം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. നമ്മളെ അകം കണ്ണ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഹൃദയത്തിൽ തൊട്ട് അത് കാണണം. അപ്പോഴേ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകും എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. ഇവിടെ ഈ യൂണിറ്റ് 1 ഷോർട്ട് സ്റ്റോറി ഉണ്ട്, സർവൈവർ ടെസ്റ്റിമണി ഉണ്ട്, ഡ്രമാറ്റിക് സ്പീച്ച് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ഭാഗമായ ഷോർട്ട് സ്റ്റോറിയിലേക്ക് കടക്കാം. കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 10 യൂണിറ്റ് 1 എ വെരി ഓൾഡ് മാൻ വിത്ത് അനോണിമസ് വിങ് എന്ന ആദ്യത്തെ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ, യുവർ ക്ലാസ് റൂം അറ്റ് 2310. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. കൈൻഡ്നസ് ആൻഡ് എംപതി ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇൻ അവർ വേൾഡ്. നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ഗുണങ്ങൾ വേണം. എന്തൊക്കെയാണത്? ഒന്ന് കൈൻഡ്നസ്, ദയ. രണ്ടാമത്തത് എംപതി, സഹാനുഭൂതി. ദീസ് സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈം. അതായത് ഈ 2 ഗുണങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രയാസമേറിയ സമയത്ത് നമുക്ക് വെളിച്ചവും ഹോപ്പ്, പ്രത്യാശയും നൽകുന്നു. Our society tends to isolate the ones who appear different, especially those who are weak and vulnerable. നമ്മുടെ ഈ സമൂഹം പലപ്പോഴും വ്യത്യസ്തമായി കാണപ്പെടുന്നവരെ, പ്രത്യേകിച്ച് who are weak and vulnerable, അതായത് ദുർബലരും നിസ്സഹായരുമായവരെ ഒറ്റപ്പെടുത്താൻ, ഐസൊലേറ്റ്, അതായത് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. We may not always realize that even small act of compassion can have a significant impact on many lives. അതായത് പ്രയാസത്തിലിരിക്കുന്ന ചില ആളുകളോട് നമ്മൾ കുറച്ച് ദയ അല്ലെങ്കിൽ ഒരു അനുകമ്പ, ഒരു സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. അത് ഒക്കെ നമ്മൾ ചില സമയത്ത് മനസ്സിലാക്കാതെ പോകുന്നു. നമുക്ക് ലെസണിലേക്ക് കടക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. എനോർമസ് വിങ്സ് എന്നാൽ വലിയ ചിറകുകൾ. ഇത് എഴുതിയത് ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് എന്ന കൊളംബിയൻ എഴുത്തുകാരനാണ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ഉച്ച സമയമായിരുന്നു എങ്കിൽ പോലും നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നില്ല. വെൻ പിലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. അങ്ങനെ പിലായോ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ വീടിൻ്റെ പിൻവശത്തുള്ള മുറ്റത്ത് എന്തോ ഒന്ന് നീങ്ങുന്നതും ഒരു ഞരക്കവും അവൻ കണ്ടു. പക്ഷെ അത് ഒരു വ്യക്തതയില്ലാതെയാണ് കണ്ടത്. He had to go very close to see that it was an old man, a very old man. അങ്ങനെ പിലായോ വളരെ അടുത്ത് ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ കിടക്കുന്നത് ഒരു വളരെ പ്രായമായ ഒരു മനുഷ്യനാണെന്ന്. The man was lying face down in the mud. ആ മനുഷ്യൻ കമിഴ്ന്നായിരുന്നു കിടന്നത്. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. വളരെ പ്രയാസപ്പെട്ടിട്ടും ആ മനുഷ്യന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. കാരണം ആ വലിയ ചിറകായിരുന്നു, ആ വലിയ ചിറകിൻ്റെ തടസ്സം കാരണം. അതായത് ഇംപെഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സം. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്, പിലായോ റാൻ ടു ഗെറ്റ് എൽസെൻഡ ഹിസ് വൈഫ്. അങ്ങനെ ഈ കാഴ്ച കണ്ട് ഭയന്നിട്ട് പിലായോ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൽസെൻഡെ വിളിക്കാൻ ഓടി. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. ഭാര്യ അവരുടെ സുഖമില്ലാതെ കിടക്കുന്ന കുട്ടിക്ക് ചൂട് പിടിപ്പിക്കുകയായിരുന്നു. He took her to the rear of the courtyard. അങ്ങനെ പിലായോ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടി വീടിന്റെ പിൻവശത്തെ ആ മുറ്റത്തേക്ക് പോയി. They both looked at the fallen body. അവർ രണ്ടുപേരും ആ വീണ് കിടക്കുന്ന ശരീരത്തെ നോക്കി എന്നാണ് ഇവിടെ എഴുതിയത്. പക്ഷെ ശരീരത്തെ അല്ല, ആ വീണ് കിടക്കുന്ന മനുഷ്യനെ നോക്കി എന്നർത്ഥം. The man was dressed like a rag picker. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ പഴയ തുണികളൊക്കെ ശേഖരിച്ച് നടക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ അങ്ങനത്തെ തുണിയെല്ലാം കൊണ്ട് വിൽക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഉള്ളൊരു ഡ്രസ്സിങ് ആയിരുന്നു. പഴന്തുണികൾ ശേഖരിക്കുന്ന വ്യക്തികളെ പോലെയുള്ളൊരു ഡ്രസ്സിങ് ആയിരുന്നു ഈ മനുഷ്യൻ്റെ. There were only a few faded hairs left on his bald skull and very few teeth in his mouth.
അദ്ദേഹത്തിൻ്റെ വായിൽ വളരെ കുറച്ച് പല്ലുകളും കഷണ്ടിയായ തലയിൽ വളരെ കുറച്ച് നിറം മങ്ങിയ മുടികളും ഉണ്ടായിരുന്നു. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീം ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് നനഞ്ഞ, ഫുള്ള് നനയുക, അല്ലെങ്കിൽ മഴ കൊണ്ട് ഫുള്ള് നനഞ്ഞ ഒരു മുതുമുത്തച്ഛൻ്റെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതുപോലെ ഫുള്ള് മഴ നനഞ്ഞ ഒരു മുതുമുത്തച്ഛനെ പോലെയാണ് എന്നാണ് പറയുന്നത്. ദിസ് ടുക്ക് എവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്യൂർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാവുന്ന ഒരു എപ്പിയറൻസ്, ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞാൽ എപ്പിയറൻസ് ഇല്ലാതായി. His huge buzzard wings, dirty and half plucked, were entangled in the mud. ഇവിടെ ബസാർഡ് വിങ്സ് എന്ന് പറയുന്നത്, ഈ ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ എര പിടിക്കുന്ന വലിയ പക്ഷികളുടെ ചിറക് പോലെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ വലിയ ചിറക് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, വളരെ വൃത്തിയില്ലാത്തതും കുറച്ച് പറിച്ചെടുത്തതുമായിരുന്നു. അത് കൂടാതെ ഇറ്റ് വർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്, അത് ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. They looked at him so long and so closely that Pelayo and Elsenda very soon overcame their surprise. പിലായോവും അദ്ദേഹത്തിൻ്റെ വൈഫും ഈ മനുഷ്യനെ കുറേ നേരത്തേക്ക് വളരെ അടുത്ത് വീക്ഷിച്ചു, കുറേ നേരം അദ്ദേഹത്തിനെ നോക്കിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അത്ഭുതമൊക്കെ മാറി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അതിനുശേഷം എന്തോ ഒരു പരിചയമുള്ളതുപോലെ അവർക്ക് തോന്നി. ദെൻ ദേ ഡെയർഡ് ടു സ്പീക്ക് ഹിം. അതിനുശേഷം അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇവർ ധൈര്യം കാണിച്ചു. He answered in an incomprehensible dialect with a strong sailor's voice. Incomprehensible dialect എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ പറ്റാത്ത ഭാഷ. അപ്പം ഇദ്ദേഹം, ഈ വയസ്സായ ആള്, വളരെ പരുഷമായ ഒരു നാവികന്റെ ശബ്ദം പോലെയാണ് അവിടെ പറയുന്നത്. അങ്ങനത്തെ ഒരു ശബ്ദത്തിൽ മനസ്സിലാവാൻ പറ്റാത്തൊരു ഭാഷയിൽ മറുപടി പറഞ്ഞു. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. കാറ്റിലകപ്പെട്ട് തകർന്നു പോയ ഒരു കപ്പലിൽ നിന്ന് എങ്ങനെയോ ഈ കരയിൽ എത്തിപ്പെട്ട ഒരു ഏകാന്ത മനുഷ്യനാണ് ഇദ്ദേഹമെന്ന് പിലായോ തീരുമാനിച്ചു. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. അതിനുശേഷം അയൽവാസിയായ ഒരു സ്ത്രീയെ ഇവർ ഇദ്ദേഹത്തെ കാണാൻ ക്ഷണിച്ചു. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദെം ദെയർ മിസ്റ്റേക്ക്. ഹീ ഈസ് ആൻ ഏഞ്ചൽ, ഷീ ടോൾഡ് ദെം. ഒരു പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ തന്നെ ആ അയൽവാസിയായ സ്ത്രീ പറഞ്ഞു, ഇദ്ദേഹം നിങ്ങൾ കരുതുന്ന പോലെയുള്ള മനുഷ്യനല്ല, ഇദ്ദേഹം ഒരു മാലാഖയാണ്. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. അതായത് ഇദ്ദേഹം ഒരു കുട്ടിയെ തെരഞ്ഞു വന്നതായിരിക്കും, പക്ഷേ മഴ കാരണം ഇദ്ദേഹത്തിൻ്റെ ചിറകൊക്കെ നനഞ്ഞിട്ട് വീണുപോയതാണ്. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. അടുത്ത ദിവസമായപ്പോഴേക്കും പിലായോന്റെ വീട്ടിൽ ഒരു മനുഷ്യനെ പോലെ തന്നെ മാംസവും രക്തവും ഒക്കെ ഉള്ള ഒരു ഏഞ്ചൽ, മാലാഖയെ വീട്ടു തടവിലാക്കിയിരിക്കുന്നു എന്ന് എല്ലാവരും അറിഞ്ഞു. പിലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ ആംഡ് വിത്ത് ഹിസ് ബേലിഫ്സ് ക്ലബ്. പിലായോ അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതായത് വാച്ച് ചെയ്യായിരുന്നു, കാവലിരിക്കുകയായിരുന്നു. എങ്ങനെ ഇരുന്നത്? ആംഡ് വിത്ത് ഹിസ് ബേലിഫ്സ് ക്ലബ്. ബേലിഫ് എന്ന് പറഞ്ഞാൽ ഒരു ജയിലിലെ ഓഫീസറെയാണ് പറയുന്നത്. ബേലിഫ്സ് ക്ലബ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓഫീസർമാർ ഉപയോഗിക്കുന്ന വടിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പിലായോ ആ പ്രായമായ മനുഷ്യനെ നോക്കി കാവലിരുന്നത്. ബിഫോർ ഗോയിങ് ടു ബെഡ് he dragged him out of the mud and locked him up with the hens in the chicken coop. കിടക്കാൻ പോകുന്നതിന് മുമ്പേ പിലായോ ഈ പ്രായമായ മനുഷ്യനെ ആ മണ്ണിൽ നിന്ന് വലിച്ചെടുത്ത് കോഴികളുടെ കൂടെ കോഴിക്കൂട്ടിൽ കൂട്ടി. A short time afterward, the child woke up without a fever and with a desire to eat. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഈ കുട്ടി പനിയെല്ലാം മാറി എഴുന്നേറ്റു. ആ കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഭക്ഷണം വേണമെന്നൊക്കെ പറഞ്ഞു. Then they felt magnanimous. അപ്പോൾ ഈ പിലായക്കും എൻ്റെ വൈഫിനും ഭാര്യയ്ക്കും ഒരു ദയ തോന്നി. ആരോട്? ഈ ഏഞ്ചലിനോട്, ഈ മാലാഖയോട്. കാരണം ഈ മാലാഖ അവിടെ വന്നത് കാരണമാണ് ഈ കുട്ടിയുടെ പനിയൊക്കെ മാറിയത് എന്ന് ഇവർ കരുതി കാണും. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അപ്പോൾ ഇവർക്ക് ഇവരുടെ കുട്ടിയുടെ അസുഖങ്ങളൊക്കെ മാറിയത് ഈ ഏഞ്ചൽ മുഖാന്തരമാണ് എന്ന് തോന്നിയതുകൊണ്ട് ഇവരെന്ത് തീരുമാനിച്ചു? ഇവർ 3 ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനവും നല്ല ഫ്രഷ് വാട്ടർ, നല്ല കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു ചങ്ങാടം ഉണ്ടാക്കി കടലിലേക്ക് വിടുക. പിന്നീട്
എന്താണ് വിധി ഇവന് വേണ്ടി വെച്ചിട്ടുള്ളത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ബട്ട് വെൻ they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അങ്ങനെ അടുത്ത ദിവസം രാവിലെ പുലർച്ചയ്ക്ക് ഇവർ എഴുന്നേറ്റ് ആ മുറ്റത്തേക്ക് പോയപ്പോൾ ഇവർ കണ്ട കാഴ്ച എന്താ? അവരുടെ ആ അയൽവക്കത്തിലുള്ള എല്ലാവരും ഈ കോഴിക്കൂട്ടിൻ്റെ ചുറ്റും നിന്നിട്ട് ഈ മാലാഖയുമായിട്ട് കളിച്ച് രസിക്കുന്ന കാഴ്ചയാണ് ഇവർ കണ്ടത്. The visitors were tossing him things to eat through the openings in the coop. It was as if he weren't a supernatural creature but a circus animal. ഈ കൂടി നിന്നവർക്കൊക്കെ ഈ പ്രായമായ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു അമാനുഷിക ജീവിയെ പോലെ തോന്നിയില്ല, വെറും ഒരു സർക്കസിലെ മൃഗത്തെ പോലെ തോന്നി. അത് കാരണം ഇവരെന്ത് ചെയ്തു? ഈ കോഴിക്കൂടിൻ്റെ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇതിനെ തിന്നാനായിട്ട് ഓരോ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. The news of the captive angel spread with great rapidity. ബന്ധനാവസ്ഥയിൽ ഒരു മാലാഖ ഇവിടെയുണ്ട് എന്നുള്ളൊരു വാർത്ത വളരെ വേഗത്തിൽ, വളരെ കാട്ടുതീ പോലെ പടർന്നു. അതാണ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസ്റ്റിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അവരുടെ മുറ്റം ഒരു ചന്തസ്ഥലം പോലെയായിരുന്നു പറയുന്നത്. അതായത് അത്രയും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. The couple had to call in troops to disperse the mob. അങ്ങനെ ഈ ദമ്പതികൾക്ക് പട്ടാളത്തെ വിളിക്കേണ്ടി വന്നു ഈ ആൾക്കാരെയൊക്കെ ഒന്ന് പിരിച്ചുവിടാനായിട്ട്. They got the idea of fencing in the yard and charging 5 cents for the admission to see the angel. അങ്ങനെ ഇവർക്കൊരു ആശയം തോന്നി. എന്താണ്? ഈ മുറ്റമൊക്കെ അങ്ങോട്ട് വേലി കെട്ടി മറയ്ക്കുക, എന്നിട്ട് ഈ മാലാഖനെ കാണാൻ വരണമെങ്കിൽ, അകത്ത് കിടക്കണമെങ്കിൽ 5 സെൻസ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കിടക്കാൻ. അങ്ങനെ ഒരു തീരുമാനം ഇവരെടുക്കാമെന്ന് വിചാരിച്ചു. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. അങ്ങനെ ഈ മാലാഖനെ കാണാൻ വളരെ ആകാംക്ഷയോടെ ആൾക്കാർ വളരെ ദൂരദേശത്തു നിന്നൊക്കെ വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റിയിട്ടോ അല്ല വല്ല അസുഖം ബാധിച്ചിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയാണ് ഈ ഇൻവാലിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ പോലും വരാൻ തുടങ്ങി. കാരണം എന്താ? ഈ മാലാഖനെ വന്ന് കണ്ടാൽ അവരുടെ ആ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളൊരു വിശ്വാസം വന്നു തുടങ്ങി. പിലായോ ആൻഡ് എൽസെൻഡ were happy with fatigue. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം. ഇവിടെ എന്താ പറയുന്നത്? ഇവർ ക്ഷീണം കൊണ്ട് സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത വരി നോക്കാം, അപ്പം മനസ്സിലാവും എന്താണ് ഈ ക്ഷീണം കൊണ്ട് ഇവർ സന്തോഷിക്കാൻ കാരണം. ഇൻ ലെസ് ദാൻ എ വീക്ക് they had crammed their rooms with money. അതായത് ഒരാഴ്ച ആയിട്ടില്ല, അപ്പോഴേക്കും ഇവരുടെ മുറികളൊക്കെ പണം കൊണ്ട് നിറഞ്ഞു. അതാണ് ഇവിടെ ഇവർ ക്ഷീണം കൊണ്ട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത്. അതായത് ഇവർക്ക് വളരെയധികം ക്ഷീണമുണ്ട്. ഈ വ്യക്തിയെ കൊണ്ടും ആൾക്കാർ വരലും പോകലും നിറയെ ആൾക്കാരായിട്ട് ഇവർക്ക് വളരെ ക്ഷീണമുണ്ട്. പക്ഷേ ഇവർക്ക് വന്നു ചേരുന്ന പണം നോക്കുമ്പോൾ ഇവർ അതിലുപരി സന്തോഷിക്കുകയാണ് ചെയ്തത്. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദ ടേൺ ടു എൻറ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. അപ്പോൾ ഇവിടെ പറയുന്നു, എന്നിട്ടും ഈ ഏഞ്ചലിനെ കാണാൻ വരുന്ന ആൾക്കാരുടെ വരി, അതായത് നീണ്ട വരി എവിടം വരെ എത്തി എന്നാ പറയുന്നത്? ബിയോണ്ട് ദ ഹൊറൈസൺ, ചക്രവാളത്തിനും അപ്പുറം എത്തി. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഈ വൃദ്ധനായ മനുഷ്യൻ, ഈ മാലാഖ, അദ്ദേഹം ഒരു കാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളെ പോലെ ഇരുന്നു. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. അദ്ദേഹം എന്താ ചെയ്തതറിയോ? ആ കോഴിക്കൂടിൻ്റെ ഉള്ളിൽ അദ്ദേഹം വലിയ കാര്യങ്ങളൊന്നും വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആ ചുറ്റുപാടുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടാനാണ് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ഈ മോത്ത് ബോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അളമാറയിലൊക്കെ ഈ പാറ്റയും ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇടുന്ന ഒരു വെള്ള നിറത്തിലുള്ള ബോൾസാണ്, നാഫ്തലിൻ ബോൾസ് എന്ന് പറയും. അപ്പോൾ അതാണ് ഇദ്ദേഹത്തെ ആദ്യം ഇവർ തീറ്റിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഇദ്ദേഹം കഴിച്ചില്ല. പിന്നെ വേറെ പലതും കൊടുത്തു നോക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ട് അവിടെ പറയുന്നത് ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞാൽ വഴുതിനിങ്ങ വേവിച്ച് ഉടച്ചത്, അത് മാത്രം ഇദ്ദേഹം കഴിച്ചു. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീം ടു ബി പേഷ്യൻസ്. ഇദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നൊരു ഗുണം ഇദ്ദേഹത്തിൻ്റെ അമാനുഷികമായ ക്ഷമയായിരുന്നു. He was quite patient when the hens pecked at him, searching for the parasites in his wings. ഇദ്ദേഹത്തിൻ്റെ ചിറകിലുണ്ടായിരുന്ന ആ ചെറിയ ചെറിയ പ്രാണികളെ ഈ കോഴികൾ കൊത്തി കൊത്തി എടുത്തിരുന്നു. ആ സമയത്ത് പോലും ഇദ്ദേഹം വളരെ ക്ഷമയോടെ ഇരുന്നു. He was patient again when the cripples pulled out his feathers to touch their limbs with.
അവിടെ വന്ന് കാലിന് മുടന്തുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന്റെ ചിറകിൽ നിന്ന് തൂവലുകൾ പറിച്ചെടുത്ത്, ആ സമയത്ത് ഇദ്ദേഹം വളരെ ശാന്തനായിരുന്നു. എന്തിനാണ് ഇവർ തൂവല് പറിച്ചെടുത്തത്? ഈ പറിച്ചെടുത്ത തൂവല് ഇവരുടെ മുടന്തുള്ള കാലിൽ തൊട്ടാല് അതിന് സുഖം പ്രാപിക്കും എന്നുള്ള വിശ്വാസത്തിൽ. He remained patient when even the most merciful threw stones at him. വളരെ ക്ഷമയോടെ നിന്ന ആൾക്കാർ പോലും ഇവനെ കല്ലെറിയാൻ തുടങ്ങി. ആ സമയത്തും ഇദ്ദേഹം വളരെ ക്ഷമയോടെ ശാന്തനായിരുന്നു. After all, they were only trying to get him to rise so that they could see him standing. പക്ഷെ ഇവർ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഇദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണാൻ, ഈ മാലാഖ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. It so happened that during those days there arrived in the town a traveling show. അങ്ങനെ ഇരിക്കെ ആ ദിവസങ്ങളിൽ ആ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ, സഞ്ചരിച്ചുകൊണ്ട് ഷോ നടത്തുന്ന ഒരു സംഘം എത്തിച്ചേർന്നു. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. ഇടിമിന്നൽ മുഖാന്തരം ഒരു എട്ടുകാലിയായി മാറിയ ഒരു സ്ത്രീ, അതായിരുന്നു ആ ഷോയുടെ പ്രധാന ആകർഷണം. The admission fee to see her was less than the fee to see the angel. മാലാഖയെ കാണാനുള്ള ടിക്കറ്റ് നിരക്കിനേക്കാൾ കുറവായിരുന്നു ഈ സ്ത്രീയെ കാണാനുള്ള ടിക്കറ്റ് നിരക്ക്. So the people flocked to see her. അതുകൊണ്ട് ജനങ്ങളൊക്കെ ഈ സ്ത്രീയെ കാണാൻ കൂട്ടം കൂടി. They were also permitted to ask her all manner of questions about her absurd state. Absurd state എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എന്നർത്ഥം. അപ്പോൾ ഈ സ്ത്രീയുടെ, ഈ എട്ടുകാലിയായി മാറിയ ഈ സ്ത്രീയുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഈ കാഴ്ചക്കാരെ അനുവദിച്ചിരുന്നു. The owners of the house had no reason to lament. Lament എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുക. ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ആരാണ്? പിലായും അദ്ദേഹത്തിന്റെ വൈഫും. അപ്പോൾ ഇവർ രണ്ടുപേർക്കും സങ്കടപ്പെടാൻ ഒരു കാരണം ഉണ്ടായില്ല. With the money they saved, they built a 2-story mansion with balconies and gardens. തോട്ടവും ബാൽക്കണിയും ഒക്കെ ഉള്ള ഒരു വലിയ 2 നില ബംഗ്ലാവ് തന്നെ ഇവർ പണിതു. It also had high netting so that crabs wouldn't get in during the winter, and iron bars on the windows so that angels wouldn't get in. ഇവർ ഈ വീടിന് ഒരു പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ചെയ്ത്, അതായത് വളരെ ഹൈറ്റിൽ നെറ്റ് കെട്ടി. എന്തിനാണ്? തണുപ്പ് കാലത്ത് ഞണ്ടുകൾ കയറാതിരിക്കാൻ. പിന്നെ വിൻഡോസ്, അതായത് ജനലിനൊക്കെ അയൺ ബാർസ് ഇട്ട്, ഇരുമ്പ് അഴികൾ വെച്ച്. എന്തിനാണ്? ഏഞ്ചൽസ്, അതായത് മാലാഖമാർ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിലായോ ഓൾസോ സെറ്റ് അപ്പ് എ റാബിറ്റ് വാർണർ and gave up his job as a bailiff for good. പിലായോ എന്ത് ചെയ്തു? റാബിറ്റ് വാർണർ എന്ന് പറഞ്ഞാൽ മുയലുകളെ വളർത്തി അത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കൂടാണിത്. അങ്ങനത്തെ ഒരു കൂടുണ്ടാക്കി മുയലുകളെ വളർത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിനുണ്ടായ ഒരു ജോലി ഉണ്ടായിരുന്നു, ജോബ്, ബാലിഫ് എന്ന് പറഞ്ഞാൽ ഈ ജയിലിലുള്ള ഒരു ഓഫീസറായിട്ടുള്ള ആ ജോലി അദ്ദേഹം ഒഴിവാക്കി. എൽസെൻഡ bought some satin pumps with high heels and many dresses of iridescent silk. സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഉയരമുള്ള ഹീലുള്ള ചില പ്രത്യേക തരം ചെരുപ്പുകളാണ്. അത് സാറ്റിൻ പോലത്തെ നല്ല തുണി കൊണ്ട് കവർ ചെയ്തതായിരിക്കും. അങ്ങനത്തെ കുറേ ചെരുപ്പുകൾ വാങ്ങി. പിന്നെ വാങ്ങിയ എന്താ? മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസെൻറ്റ് സിൽക്ക്. ഇറിഡിസെൻറ്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ പല പല വർണ്ണങ്ങളിലുള്ള പട്ട് ഡ്രസ്സുകൾ. അങ്ങനെ അനേക ഡ്രസ്സുകൾ ഈ സ്ത്രീ വാങ്ങി. The chicken coop was the only thing that didn't receive any attention. ഇവർ ഈ വീടൊക്കെ പുതിയതുണ്ടാക്കി, അവർ പുതിയ ബിസിനസ് തുടങ്ങി. അദ്ദേഹം, ആ ഭാര്യ ആണെങ്കിൽ പുതിയ പുതിയ ഡ്രസ്സും ഷൂ ഒക്കെ വാങ്ങി ഇടാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ആ കോഴിക്കൂടിനെ ഇവർ അങ്ങനെ വിട്ടു, ഒന്നും ചെയ്തില്ല. The dung heap stench from the coop was turning the new house into an old one. അങ്ങനെ ആ കോഴിക്കൂടിൽ നിന്ന് ആ കോഴി കാഷ്ടം അങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്നുള്ളൊരു വല്ലാത്തൊരു മണം ഈ പുതിയ വീടിനെ പോലും പഴയതുപോലെ ആക്കി. At first, when the child learned to walk, they were careful that he did not get too close to the coop. തുടക്കത്തിൽ ആ കുട്ടി നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവൻ ആ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രദ്ധിച്ചിരുന്നു. But then they began to lose their fear and got used to the smell. പിന്നീട് അവർക്ക് ആ ഭയമൊക്കെ മാറി. മാത്രമല്ല ആ കോഴിക്കാഷ്ടത്തിൻ്റെ മണമൊക്കെ ഇവർക്ക് അങ്ങോട്ടൊരു ശീലമായി. Before the child got his second teeth, he had gone inside the chicken coop to play as the wires were falling apart. ഈ ചിക്കൻ കൂപ്പ്, അതായത് കോഴിക്കൂടിൻ്റെ നെറ്റിൻ്റെ വയറൊക്കെ വിട്ട് തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഈ കുട്ടി ഇതിൻ്റെ അകത്ത് കയറി ഇവരോട് കളിക്കാൻ തുടങ്ങി, അതായത് മാലാഖനോട് കളിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ കുട്ടീൻ്റെ പ്രായം പറയുന്നുണ്ട്. അതെങ്ങനെയാണ് പറയുന്നത്?
ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്. ഈ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് വന്ന് തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ, അതായത് ഏകദേശം 8 വയസ്സായി കുട്ടിക്ക് എന്നാണ് അർത്ഥം. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ചിക്കൻ പോക്സ് എന്ന അസുഖം ഒരേ സമയത്ത് പിടിപെട്ടു. ദ ഡോക്ടർ ഹു ടുക്ക് കെയർ ഓഫ് ദ ചൈൽഡ് couldn't resist the temptation to listen to the angel's heart. ഈ കുട്ടിയെ ശുശ്രൂഷിക്കുന്ന ഈ ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർക്ക് ഈ മാലാഖയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ശബ്ദം ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. He found so much whistling in the heart and so many sounds in the kidneys. അതായത് ഈ മാലാഖയുടെ ഹൃദയത്തിൽ നിന്ന് ഒരുമാതിരി ചൂളം വിളിക്കുന്ന ശബ്ദം വരുന്നതായിട്ട് ഇദ്ദേഹം കേട്ടു. അതുപോലെ തന്നെ മറ്റു പല ശബ്ദങ്ങൾ കിഡ്നിയിൽ നിന്നും വൃക്കയിൽ നിന്നും മറ്റു പല ശബ്ദങ്ങളും ഈ ഡോക്ടർ കേട്ടു. What surprised him most, however, was the logic of his wings. ഈ മാലാഖയുടെ ചിറക് കണ്ടിട്ടാണ് ഈ ഡോക്ടർക്ക് വളരെ അത്ഭുതം തോന്നിയത്. They seem so natural on that completely human organism. പൂർണ്ണ മനുഷ്യൻ ആയ ഈ മാലാഖയിൽ ഇത്തരത്തിലൊരു ചിറക് നല്ല രീതിയിൽ വളർന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നമുക്കൊക്കെ കൈ കാലൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ ഏച്ചുകൂട്ടി വെച്ച പോലെ ഒന്നല്ല, നല്ല രീതിയിൽ വളർന്നു വന്നതായിട്ട് തന്നെ ഈ ചിറകുണ്ട്. He couldn't understand why other people didn't have them too. അതുകൊണ്ട് ഈ ഡോക്ടർക്ക് ഈ മറ്റുള്ള മനുഷ്യരിലും ഇങ്ങനെ ചിറക് എന്തുകൊണ്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ലായിരുന്നു. When the child began school, the sun and rain had caused the collapse of the chicken coop. അങ്ങനെ ഈ കുട്ടി സ്കൂൾ പോകാനായി. അപ്പം കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. അപ്പോൾ ഈ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് ഈ കോഴിക്കൂട് നശിച്ചു. The angel went dragging himself about here and there like a stray dying man. Stray dying man എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മരിക്കാറായ ഒരു മനുഷ്യനെ പോലെ ഈ മാലാഖ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എഴഞ്ഞ് നടക്കുകയായിരുന്നു. He seemed to be in so many places at the same time. ഈ മാലാഖ ഒരേ സമയത്ത് പല ഇടങ്ങളിൽ ഉള്ളതുപോലെ തോന്നി. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. അദ്ദേഹത്തിന്, അതായത് ഈ മാലാഖയ്ക്ക് ശരിയായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ കണ്ണിൽ ഒരു മൂടൽ വന്നിരുന്നു. അതുകൊണ്ട് ശരിയായ കാഴ്ച ഉണ്ടായിരുന്നില്ല. ആ കാരണം കൊണ്ട് ഈ കോഴിക്കോടിലുള്ള തൂണുകൾക്കൊക്കെ പോയിട്ട് അങ്ങോട്ട് മുട്ടിപ്പോകുമായിരുന്നു. പിലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പിലായോ ഒരു പുതപ്പ് കൊണ്ട് അവനെ പുതപ്പിച്ചിട്ട് അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അവിടെ അവനെ കിടക്കാൻ അനുവദിച്ചു. ഓൺലി ദെൻ ദേ ഡിഡ് നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് ഇവർ ശ്രദ്ധിക്കുന്നത് അവന് ആ രാത്രി കുറച്ച് പനി ഉണ്ടായിരുന്നു. ദേ ബിക്കേം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. ഈ പനി കാരണം ഈ മാലാഖ മരിക്കാൻ പോകുകയാണോ എന്ന് ഇവർ ഭയന്നുപോയി. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിന്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ആ ശീതകാലം ആ മാലാഖ അതിജീവിച്ചു എന്ന് മാത്രമല്ല, സൂര്യപ്രകാശമെല്ലാം വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് ഈ മാലാഖയുടെ ശാരീരിക അവസ്ഥയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടതായിട്ടും കാണപ്പെട്ടു. He remained motionless for several days in the farthest corner of the courtyard. ആ വീട്ടിൻ്റെ മുറ്റത്തെ ദൂരെയുള്ളൊരു മൂലക്ക് കുറച്ച് ദിവസത്തേക്ക് ഈ മാലാഖ അനങ്ങാതെ കിടന്നു. At the beginning of December, some large stiff feathers began to grow on his wings. അങ്ങനെ ഡിസംബർ മാസം തുടക്കമായപ്പോൾ ഈ മാലാഖയുടെ ചിറകിൻ്റെ മേലെ കുറച്ച് പുതിയ തുവലുകളൊക്കെ വരാൻ തുടങ്ങിയ നല്ല നീളമുള്ളതും നല്ല കട്ടിയുള്ളതുമായിരുന്നു. They looked like the feathers of a scarecrow. Scarecrow എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ പാടത്തൊക്കെ വെക്കുന്ന കോലം, പക്ഷികളൊക്കെ അകറ്റി നിർത്താനായിട്ട് വെക്കുന്ന കോലം, അതാണ് സ്കെയർക്രോ. ഈ സ്കെയർക്രോ ഉണ്ടാക്കുന്നത് സാധാരണ ഉണങ്ങിയ പുല്ല് പഴയ പാൻറ് ഷർട്ടിലൊക്കെ കുത്തി നിറച്ച് ഇതേപോലെയൊക്കെ ഒരു വടീനെ മേലെ വെച്ചാൽ കിട്ടും. പിന്നെ മനുഷ്യന്മാർക്ക് പഴയ തൂവലുകൾ കിട്ടും, വീണ് കിടക്കുന്ന പക്ഷീൻ്റെ തൂവലൊക്കെ കിട്ടും. ആ തൂവലൊക്കെ ഇതിൻ്റെ മേലെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുത്തി വെക്കും. അപ്പോൾ ഒരു പ്രത്യേക ഓർഡറിലൊന്നും ആയിരിക്കില്ല. അതുപോലെയാണ് ഈ മാലാഖിൻ്റെ മേലെ പുതിയ പുതിയ തൂവലുകൾ വളർന്നു വരുന്നത്. One morning, Elsenda was cutting some bunches of onions for lunch when a wind blew into the kitchen. അങ്ങനെ ഒരു ദിവസം രാവിലെ എൽസെൻഡ ഉച്ചഭക്ഷണത്തിനായിട്ട് ഉള്ളിയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കാറ്റ് അടുക്കളയിലെ ജനവാളിലുള്ള കൂടെ ഇങ്ങോട്ട് വീശിയത്. Then she went to the window and found the angel in his first attempts at flight. അങ്ങനെ എന്താണ് ഈ കാറ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൽസെൻഡ ജനാലിൽ കൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഈ മാലാഖ ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുന്നു. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ഈ മാലാഖ പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ വിചിത്രമായി കാണപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ചിറകൊക്കെ തട്ടിയിട്ട് ആ ഷെഡ് പൊളിയുമോ എന്ന് പോലും തോന്നിപ്പോയി.
ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്, അതായത് ഈ മാലാഖയ്ക്ക് പറന്ന് ഉയരാൻ സാധിച്ചു. എൽസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അങ്ങനെ അവസാനത്തെ വീടുകൾക്ക് മുകളിലൂടെ ഈ മാലാഖ പറന്നു പോകുന്നത് കണ്ടപ്പോൾ എൽസെൻഡ അവൾക്കും ആ മാലാഖയ്ക്കുമായിട്ട് ഒരു നെടുവീർപ്പിട്ടു. SIGH എന്നുള്ളത് പ്രൊണൗൺസ് ചെയ്യുക SI, സൈ എന്നാണ്, അതാണ് നെടുവീർപ്പ്. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് ദ റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സിനൈൽ വൾച്ചർ. സിനൈൽ വൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രായമായ വലിയ കഴുകൻ പക്ഷി. അപ്പോൾ ഈ പ്രായമായ പക്ഷി വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ചിറകൊക്കെ അടിച്ച് പറക്കുക. അപ്പോൾ അതുപോലെ ഒരു പ്രയാസപ്പെട്ട രീതിയിലാണ് ഈ മാലാഖ പറക്കുന്നത്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ ഓണിയൻസ്. അങ്ങനെ ഈ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ഈ മാലാഖ പറന്നു പോകുന്നത് എൽസെൻഡ നോക്കി നിന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അതായത് ഈ മാലാഖ പറന്ന് ദൂരെ കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ എൽസെൻഡ നോക്കി നിന്നു. ഹി വാസ് നോ ലോങ്ങർ ആൻ അനോയൻസ് ഇൻ ഹെർ ലൈഫ്. അതായത് എൽസെൻഡൻ്റെ ജീവിതത്തിൽ ഈ മാലാഖ പിന്നീട് ഒരു ശല്യമായിരുന്നില്ല. അനോയൻസ് എന്ന് പറഞ്ഞാൽ ശല്യമായിരുന്നില്ല. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറൈസൺ ഓഫ് ദ സീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ സാങ്കല്പികമായ ഒരു പൊട്ട്, അതായത് കടലിൻ്റെ ചക്രവാളത്തിൽ സാങ്കല്പികമായ ഒരു പൊട്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കഴിഞ്ഞുപോയ കാര്യമൊക്കെ ഒരു ഓർമ്മയായി മാറി എന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.